കൊച്ചു ഗ്രാമം. അവിടെ വീരൻ എന്ന ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. കഠിനാധ്വാനിയും സൽസ്വഭാവിയുമായിരുന്ന വീരന് കുറെ കൃഷിസ്ഥലങ്ങളും വരയൻ കുതിരകളും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കാര്യം കുശാലാണ്. ഇവിടെ മൊത്തം പുല്ലാണല്ലോ. അതെ അതെ, കുറെ പുല്ലുണ്ട്. വേഗം കഴിച്ചോ, ആശാൻ വരാൻ നേരമായി. അങ്ങനെയിരിക്കെ ഒരു രാത്രി കൃഷിസ്ഥലത്തേക്ക് ഒരു കരടി എത്തുന്നു. അടിപൊളി വയൽ. കഴിക്കാൻ കുറെ കിഴങ്ങുകളും പഴങ്ങളും പോരാത്തതിന് കുറെ മണ്ടന്മാരായ വരയൻ കുതിരകളും. ഇന്ന് ഞാൻ എന്തായാലും ഒരു വരയൻ കുതിരയെ ശാപ്പാടാക്കും. അങ്ങനെ ആ കരടി വരയൻ കുതിരകളെ കിട്ടാത്ത നിരാശയിൽ പഴങ്ങളും കിഴങ്ങുകളും എല്ലാം ഭക്ഷിച്ച് വീരന്റെ കൃഷിസ്ഥലം മൊത്തം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കരടിയുടെ വരവ് പതിവായി തുടങ്ങി. ഇതിന് ഒരു പരിഹാരം കാണാനായി വീരൻ തന്റെ വരയൻ കുതിരകളുമായി ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചു. മക്കളെ, ഈ കരടിയുടെ വരവ് പതിവായിരിക്കുന്നു. മാത്രമല്ല, നിങ്ങളിൽ ഒരാളെ തട്ടാനാണ് അവന്റെ ശ്രമം. ഇതിന് എന്താണ് ഒരു പോംവഴി? ആശാനെ, എന്റെ കയ്യിൽ ഒരു കിടിലൻ സൂത്രമുണ്ട്. അതെന്താ? തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ തന്ത്രശാലിയായ എന്റെ സുഹൃത്ത് പാമ്പച്ചനുണ്ട്. ആശാനെ ഇറക്കാം. പാമ്പെന്നാൽ പടയും നടുങ്ങുമെന്നാണല്ലോ. ആ ശരി, എങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ തന്ത്രശാലിയായ പാമ്പച്ചൻ വീരന്റെ കൃഷിസ്ഥലത്തിറങ്ങി. അയ്യോ പാമ്പച്ചൻ, ഓടി രക്ഷപ്പെടട്ടെ. അങ്ങനെ പാമ്പച്ചനെ കണ്ട കരടി ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ പാമ്പച്ചൻ കാരണം കരടി പമ്പ കടന്നു. അങ്ങനെ തന്റെ വയലും വരയൻ കുതിരകളും രക്ഷപ്പെട്ടതിൽ വീരൻ സന്തുഷ്ടനായി.